ഇന്ന് വയനാട് ഹെറിറ്റേജ് മ്യൂസിയത്തിലെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയപ്പം ഈ ഹെറിറ്റേജ് മ്യൂസിയം ഒന്ന് സന്ദർശിച്ചു. വയനാടിൻ്റെ ചിരപുരാതനമായിട്ടുള്ള വസ്തുക്കളാണ് ഇവിടെ പ്രദർശനത്തിനുള്ളത്. ഇത് 4 സെക്ഷനായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഗോത്രസ്മൃതി, പിന്നെ ജീവനസ്മൃതി, വീരസ്മൃതി, പിന്നെ ദേവസ്മൃതി എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായിട്ടാണ് അവർ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഗോത്രസ്മൃതിയും അതുപോലെ ജീവനസ്മൃതിയും അവരുടെ പണ്ട് കാലത്ത് അവരുപയോഗിച്ചിരുന്ന പല സംഗതികളും, പാത്രങ്ങൾ, അതുപോലെ കുട്ടകൾ, വട്ടികൾ, മത്സ്യം പിടിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒറ്റലുകൾ, അങ്ങനെയുള്ള മുറം, അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ, അതായത് നെല്ലൊക്കെ ഇട്ട് വയ്ക്കാൻ, ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന വലിയ പാത്രങ്ങൾ, മുള കൊണ്ടും ഓട കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള പാത്രങ്ങൾ, വലിയ കൊട്ടകൾ, ഇതൊക്കെയാണ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ജീവനസ്മൃതിയിലാണെങ്കിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ആഭരണങ്ങൾ, അമ്പ്, വില്ല്, അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ആണ് ജീവനസ്മൃതിയിൽ കാണിച്ചിട്ടുള്ളത്, പ്രദർശിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ദേവസ്മൃതി എന്ന് പറയുന്നത്, ദേവനസ്മൃതി എന്ന് പറയുന്നത് അവിടെയുള്ള വളരെ പണ്ട് കാലത്ത്, അതായത് ഏകദേശം 17-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലുണ്ടായിരുന്ന പിന്നെ എന്താ പറയുക, കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ള പലതരത്തിലുള്ള ഐഡൽസ്, അതാണ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ദേവനസ്മൃതിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഗോത്രസ്മൃതിയാണ് കേട്ടോ. അപ്പോൾ കാണിക്കുന്നത് കണ്ടില്ലേ, കൊട്ടകളൊക്കെ കണ്ടില്ലേ, നെല്ലൊക്കെ ഇട്ട് വയ്ക്കുന്ന കൊട്ടയാണിത്. കലപ്പ, അന്ന് ഉപയോഗിച്ചിരുന്ന കലപ്പ, പിന്നെ കൈക്കോട്ട്, കൊത്താൻ ഉപയോഗിച്ചിരുന്ന കൈക്കോട്ടുകൾ, കുഴിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സംഗതികളൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. കണ്ടോ, അവരുപയോഗിച്ചിരിക്കുന്ന പലതരത്തിലുള്ള കൊട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള മ്യൂസിയങ്ങളിലൊന്നാണ് ഇത്, അമ്പലവയൽ ഹെറിറ്റേജ് മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ നീറ്റായിട്ടാണ് അവർ പരിപാലിക്കുന്നത് ഈ ഒരു മ്യൂസിയം. ചെരുപ്പിട്ടിട്ട് നമുക്ക് കയറാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരുപാട് നിബന്ധനകളുണ്ട് അവിടെ. അപ്പോൾ വളരെ നല്ല രീതിയിലാണ് ഇത് പ്രൊക്യൂർ ചെയ്തിട്ടുള്ളത്. ഇത് ഗോത്രസ്മൃതി എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഈ 4 സെക്ഷനിലായിട്ടാണ് ഇങ്ങനെ എല്ലാ സംഗതികളും പ്രദർശിപ്പിച്ചിട്ടുള്ളത്. പിന്നെ വീരസ്മൃതി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് കേട്ടോ. വീരസ്മൃതി എന്ന് പറയുന്നത് പണ്ട് കാലത്ത് എന്താ പറയുക, വീരശൂര പരാക്രമികളായിട്ടുള്ള ആൾക്കാർ, സോൾജിയേഴ്സ്, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, യോദ്ധാക്കൾ, അതുപോലെ അങ്ങനെയുള്ള ധീരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത ആൾക്കാർ, അവരുടെയൊക്കെ ആ സംഗതികളെ ഓർമ്മിപ്പിക്കുന്ന ശിലാഫലകങ്ങളാണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഇത് പലതരത്തിലുള്ള മണ്ണുകളാണ് കേട്ടോ. എന്താ പറയുക, വയനാട്ടിലുള്ള പലതരത്തിലുള്ള മണ്ണുകളാണ് ഇപ്പോൾ കണ്ടത്. ഇത് ദേവനസ്മൃതിയിലുള്ളതാണെന്ന് തോന്നുന്നു. അതെ. അപ്പോൾ പലതരത്തിലുള്ള എന്താ പറയുക, ശിലാഫലകങ്ങൾ, ഇത് ദേവനസ്മൃതിയാണ് കേട്ടോ. കാളകളുടെ രൂപങ്ങൾ, അതുപോലെ ദൈവങ്ങളുടെയൊക്കെ രൂപങ്ങൾ ഒക്കെ ശിലാഫലകങ്ങളായിട്ട് കാണിച്ചിട്ടുണ്ട് ദേവനസ്മൃതിയിൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വീരസ്മൃതിയാണ് അടുത്തത്. വീരസ്മൃതി ഞാനിപ്പോൾ പറഞ്ഞതുപോലെ അന്നത്തെ കാലത്ത് വീരശൂര പരാക്രമികളായിട്ടുള്ള ആളുകളുടെ ആ ഒരു എന്താ പറയുക, പ്രവർത്തനങ്ങളെയൊക്കെ കാണിക്കുന്ന രീതിയിൽ അത് ചിത്രീകരിച്ചിട്ടുള്ള ഒരുപാട് ശിലാഫലകങ്ങൾ ആണ് ഇതിനകത്തൊക്കെ കാണിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ആനയുമായിട്ടൊക്കെ ഏറ്റുമുട്ടുന്നത്, പുലിയൊക്കെ ആയിട്ട് ഏറ്റുമുട്ടുന്നത്, അമ്പെയ്യുന്നത്, അങ്ങനെയുള്ള പലതരത്തിലുള്ള കാർവിങ്സാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. അത് ശിലാഫലകങ്ങളായിട്ടാണ് ഉള്ളത്. അപ്പോൾ 2 നിലകളിലായിട്ടാണ് ഈ ഇത്രയും സംഗതികൾ വളരെ ഭംഗിയായിട്ട്
എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ അതിൻ്റെ എല്ലാത്തിൻ്റെയും എക്സ്പ്ലനേഷനും കംപ്ലീറ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ശരിക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഇത് ദേവസ്മൃതി സെക്ഷനാണ് കേട്ടോ. പലതരത്തിലുള്ള പല ദൈവങ്ങളുടെ പല രൂപങ്ങളും കൃഷ്ണനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊത്തുപണിയായിട്ട് ചെയ്തിട്ടുള്ളതാണ് ദേവസ്മൃതി എന്ന ഈ ഒരു സെക്ഷൻ. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത്. അപ്പോൾ ശരിക്കും അമ്പലവയലിൽ വയനാട്ടിലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണിത്. കുട്ടികളെയൊക്കെ ഇത് കാണിച്ചു കൊടുക്കേണ്ടതാണ്. കാരണം പണ്ട് കാലത്ത് ഈ ഗോത്രവർഗ്ഗങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, അവരുടെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വയനാട്ടിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മ്യൂസിയം സന്ദർശിക്കാൻ മറന്നു പോകരുത്. ഇവിടെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. കണ്ടില്ലേ, പലതരത്തിലുള്ള മൺപാത്രങ്ങൾ, അതുപോലെ എന്താ പറയുക, നല്ല ഭംഗിയുള്ള മൃഗങ്ങളുടെ രൂപങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സംഗതികൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ നന്നായിട്ട് മെയിൻ്റനൻസ് ഉള്ള ഒരു മ്യൂസിയം ആണിത്. വളരെ ഭംഗിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വരിക, ഇത് കണ്ടു നോക്കുക. അപ്പോൾ വയനാടിൻ്റെ ഒരു എന്താ പറയുക ചരിത്ര പാരമ്പര്യം മനസ്സിലാക്കുക. പണ്ടുകാലത്ത് ഗോത്രവർഗ്ഗക്കാരൊക്കെ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളുടെ ഒരു കളക്ഷനാണ് ഇത്. അപ്പോൾ ഇത് ജീവനസ്മൃതി എന്ന ഒരു സെക്ഷനാണ് കേട്ടോ. അവരുപയോഗിച്ചിരുന്ന അമ്പ്, വില്ല്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അന്നത്തെ വാദ്യോപകരണങ്ങൾ, പലതരത്തിലുള്ള വാദ്യോപകരണങ്ങൾ, പിന്നെ എന്താ പറയുക, അന്ന് ഉപയോഗിച്ചിരുന്ന പിന്നെ ചെല്ലം, പാത്രങ്ങൾ, ഈ തെരിക എന്നൊക്കെ പറയും, മരിക, തെരിക, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അവരുടെ ജീവനോപാധിയായിട്ട് നിത്യജീവിതത്തിൽ ഉപയോഗിച്ചിരുന്ന കുറേ കാര്യങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചൂരൽ കൊണ്ടുള്ള ഒരുപാട് ഉപകരണങ്ങൾ, കടകോല്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, വിശറി, അവരങ്ങനെ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചിരുന്ന പല സംഗതികളുമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ജനത അന്ന് എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ ശരിക്കും ഒരു നേർക്കാഴ്ചയാണത്.
ഇത് എഴുത്തുകല്ലാണ് കേട്ടോ. ഇതിന് മുകളിൽ പല തരത്തിലുള്ള ലിപികളും ഇതിൻ്റെ മുകളിലുണ്ട്. പലതും ഇപ്പോഴും വായിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് ലിപികൾ ഇതിനകത്ത് ആലേഖനം ചെയ്തിട്ടുണ്ട്, പല തരത്തിലുള്ള ലിപികൾ. അപ്പോൾ അതിപ്പോഴും മുഴുവനായിട്ടും എന്താ പറയുക, വായിക്കാനും അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തുമുണ്ട്, ഈ കല്ലിൻ്റെ രണ്ട് വശത്തും ഇതുപോലെ ലിപികൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വയനാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കിതൊന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ജോലി തിരക്കാണല്ലോ, അപ്പോൾ അന്ന് ഇതൊന്നും കാണാൻ കഴിയാതിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ വയനാട് ഫുള്ളായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.